തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈബിളിലെ ഏറ്റവും പരിശുദ്ധവും നിർണായകവുമായ ഇടങ്ങളിൽ ഒന്നാണ് സീനായ് മല. ഇത് ഒരു ഭൂമിശാസ്ത്ര സ്ഥലം മാത്രമല്ല, ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ, ഉടമ്പടിയുടെ, ആത്മീയ പരിവർത്തനത്തിന്റെ വിശുദ്ധ വേദിയാണ്. ഇസ്രായേൽ ജനത അടിമത്തത്തിൽ നിന്ന് മോചിതരായ ശേഷം ദൈവം അവരെ നയിച്ചത് ഈ മലയുടെ അടുക്കലേക്കാണ്. അവിടെ അവർ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, നിയമം ഏറ്റുവാങ്ങി, ഒരു വിശുദ്ധ ജനതയായി രൂപപ്പെടുവാൻ വിളിക്കപ്പെട്ടു. പുറപ്പാട് പുസ്തകം 19:6, നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവും ആയിരിക്കണം. സീനായ് മല നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസ ജീവിതം നിയമത്തിന്റെ അറിവിലല്ല, മറിച്ച് ദൈവസന്നിധിയിൽ ജീവിതം സമർപ്പിക്കുന്നതിലാണ്. ഒന്നാമതായി, സീനായ് മല ദൈവസന്നിധിയുടെ പ്രവേശനം. യഹോവ സീനായ് മലയിൽ അഗ്നിയിൽ ഇറങ്ങി മല മുഴുവനും പുക കൊണ്ട് നിറഞ്ഞു. പുറപ്പാട് പുസ്തകം 19:18. ഇത് ദൈവമഹത്വത്തിന്റെ വെളിപാടാണ്. തെയോഫനി, മേഘം, ഇടിമുഴക്കം, മിന്നൽ, കാഹളധ്വനി എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധതയും ശക്തിയും മനുഷ്യനെ വിറപ്പിക്കുന്ന മഹത്വവും സൂചിപ്പിക്കുന്നു. സഭാപിതാവ് നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് പറയുന്നു, ദൈവസന്നിധിയിലേക്ക് അടുക്കുന്ന ഓരോ മനുഷ്യനും ആദ്യം മേഘത്തിൽ കടക്കണം. അവിടെ അഹങ്കാരം മരിക്കുകയും ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. സീനായ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ അറിയാൻ ഭക്തിയും വിനയവും ശുദ്ധീകരണവും അനിവാര്യമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12:14 വായിക്കുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. 2, 10 കൽപ്പനകൾ സ്വാതന്ത്ര്യത്തിന്റെ നിയമം. ഞാൻ നിന്റെ ദൈവമായ യഹോവ, നീ എനിക്ക് മുമ്പിൽ മറ്റൊരു ദൈവത്തെ ഉണ്ടാക്കരുത്. പുറപ്പാട് പുസ്തകം 20:2-3 വാക്യങ്ങൾ. 10 കൽപ്പനകൾ അടിമത്തത്തിന്റെ ചങ്ങലകളല്ല, ഇവ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദൈവത്തിന്റെ വഴി കാണിക്കുന്ന അടയാളങ്ങളാണ്. സെന്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നു, ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മെ ബന്ധിക്കുന്നില്ല, മറിച്ച് പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. നിയമം മനുഷ്യനെ അടിച്ചമർത്താനല്ല, അവനെ ജീവിതത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുവാനാണ്. സങ്കീർത്തനം 119:105 വാക്യം, നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ പാതയ്ക്ക് വെളിച്ചവും ആകുന്നു. 3, സീനായ് മുതൽ കാൽവറി വരെ, നിയമത്തിൽ നിന്ന് കൃപയിലേക്ക്. സീനായ് മലയിൽ നിയമം കൽപ്പലകളിൽ എഴുതി, കാൽവറി മലയിൽ കൃപ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടു. യിരെമ്യാ പ്രവാചകൻ 31:33 വായിക്കുന്നു, ഇതാ ഞാൻ പുതിയ ഉടമ്പടി ചെയ്യും, അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ എൻ്റെ നിയമം എഴുതും. യേശുക്രിസ്തു സീനായിലെ നിയമത്തെ തന്റെ സ്നേഹത്തിലൂടെ പൂർണ്ണമാക്കി. നീ കർത്താവായ നിന്റെ ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. ശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:37 മുതലുള്ള വാക്യങ്ങൾ. സഭാപിതാവ് ജോൺ ക്രിസോസ്റ്റം പറയുന്നു, സീനായിൽ ദൈവം മനുഷ്യനോട് സംസാരിച്ചു, കാൽവറിയിൽ ദൈവം മനുഷ്യനായി. സീനായ് ഭയം ഉളവാക്കുന്നു, കാൽവറി സ്നേഹം നൽകുന്നു. സീനായ് നിയമം നൽകുന്നു, കാൽവറി ജീവൻ നൽകുന്നു. 4, ആത്മീയ സീനായ്. ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ സീനായ് മല ഇന്നും നിലകൊള്ളുന്നു. ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ നാം പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ, ധ്യാനത്തിൽ പ്രവേശിക്കുമ്പോൾ നാം നമ്മുടെ ആത്മീയ സീനായിലേക്ക് കയറുകയാണ്. ഹോശേയ പ്രവചനം 2:14, നിശബ്ദതയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും. മഹാത്മാഗാന്ധി ഇപ്രകാരം പറഞ്ഞു, മനുഷ്യൻ നിശബ്ദനാകുമ്പോഴാണ് ദൈവം അവനോട് ഏറ്റവും ശക്തമായി സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിനായി മാറ്റിവെക്കുന്ന സമയം തന്നെയാണ് നമ്മുടെ സീനായ്. സീനായ് മല നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ കാണുവാൻ ശുദ്ധി വേണം, ദൈവശബ്ദം കേൾക്കുവാൻ നിശബ്ദത വേണം, ദൈവ നിയമം പാലിക്കുവാൻ സ്നേഹം വേണം. എന്റെ ശബ്ദം കേൾക്കുന്നവനും എന്റെ പിന്നാലെ വരുന്നവനും ജീവൻ പ്രാപിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-27 മുതലുള്ള വാക്യങ്ങൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.